എളുപ്പത്തിൽ നമുക്ക് തടി കുറയ്ക്കാനും അതുപോലെ തന്നെ മുഖത്തെ കരിമങ്ങലൊക്കെ വരാതിരിക്കാനൊക്കെ ഉള്ളൊരു അടിപൊളി റെമഡിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോനോളം ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം ആപ്പിള് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആയി വന്നാലാണ് ഇതിൻ്റെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ചായിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോഴാണ് എനിക്കത് സാധിച്ചത്. ഞാൻ വാങ്ങി ഉപയോഗിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വാങ്ങി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്പിൾ ഇത് ഏത് ആപ്പിളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 1 കിലോ ആപ്പിൾ വേണമെന്നൊന്നുമില്ല. ഒരു 3 ആപ്പിൾ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല കിടിലനായിട്ടാണ് ഇത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ എനിക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് വില കുറവിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ വാങ്ങിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഒരു 5-6 മാസത്തേക്കൊക്കെ ഉള്ളതുണ്ടാവും. ഇത് ശരിക്കും അനുഭവമാണ് കേട്ടോ. ഡോക്ടേഴ്സ് പോലും പറയുന്നതാണ്. ഇത് വേറെ ഒന്നുമല്ല, ആപ്പിൾ സിഡർ വിനെഗറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് വീട്ടിൽ തന്നെ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒത്തിരി വലിയ പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ദിവസം ഒന്ന് ക്ഷമിച്ചിരുന്നാൽ മാത്രം മതി. നമുക്കൊരു 6 മാസം വരെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പിൾ സിഡർ വിനെഗർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് മുഖത്ത് കരിമങ്ങല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും താരൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഒരു അര ഭാഗത്തോളം ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൊണ്ട് മാത്രം ഷുഗർ കുറയുന്നല്ല പറയുന്നത് കേട്ടോ. ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കുറവാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ആപ്പിൾ സിഡർ വിനെഗറിൽ കേട്ടോ. ഞാനിവിടെ അച്ച ശർക്കര ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഈ ആപ്പിൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾക്കിതിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഒത്തിരി പണിയല്ലേന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഒത്തിരി തടിയുള്ളവരും അതുപോലെ കഴുത്തിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ കറുത്ത കളർ വരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ശർക്കര ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഈസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ ഈസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് ഞാൻ 1 സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്ത വെള്ളമാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം എടുത്താലും മതി. ഒരിക്കലും ടാപ്പിലെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അര ഭാഗത്തോളം തന്നെ ആപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അര ഭാഗത്തോളം വരുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അളന്നൊഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു കറക്റ്റ് അളവ് പറയുന്നത് ആ ബോട്ടിലിൻ്റെ അരഭാഗം ആപ്പിളും അരഭാഗത്തോളം ഈ വെള്ളമാകുമ്പോൾ നമുക്കൊരു കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ ഇത്രയും ഞാനിതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടിലിൻ്റെ ഏതാണ്ട് ഇത്രയും വന്നിട്ടുണ്ട്, നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. ഇതൊന്ന് കുറച്ചൊന്ന് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനെ കൊണ്ടുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാത്ത ഒരു തവിയോ എന്തെങ്കിലും നമുക്കെടുക്കാം. ഞാനിവിടെ തൈര് കടഞ്ഞെടുക്കുന്നതിൻ്റെ കടഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് മരത്തിൻ്റെയാണ് ഇത്. മരത്തിൻ്റെ വേണമെന്നൊന്നുമില്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ കാരണം നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമങ്ങലിയൊക്കെ മുഖത്തുള്ളവർക്ക് വളരെ നല്ലതാണ്. ഇത് ഉപയോഗിക്കുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. ഇത് എനിക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ആദ്യം ഇത് ഇട്ട് വെക്കുന്ന അന്ന് ഈ ഒരു രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നമ്മൾ വെക്കുന്നത് 20 ദിവസമാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ 20 ദിവസം വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇത് ആദ്യം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ആപ്പിളിൻ്റെ ഈ സത്തൊക്കെ വെള്ളത്തിലിങ്ങനെ നന്നായിട്ട് യോജിച്ച് വരും. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തപ്പോൾ ആപ്പിളൊക്കെ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഭാഗത്തോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
അപ്പോൾ നന്നായിട്ട് ആപ്പിൾ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ഇളക്കി കൊടുത്തു. ഇനി ഇതിനെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ തുണിയൊക്കെയാണ് കെട്ടി വയ്ക്കുക. ഞാൻ പക്ഷേ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ ഒരു മൂടി തന്നെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈറ്റാക്കി വയ്ക്കുന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. അധികം ടൈറ്റ് ആക്കാതെ ഇങ്ങനെ, എന്നാൽ നമ്മളിങ്ങനെ എടുത്ത് പൊക്കുമ്പോൾ വീഴില്ല ആ ഒരു തരത്തിൽ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നീക്കി വയ്ക്കുകയുള്ളൂ. ഇനി പിറ്റേ ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മളിങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോഴേക്കും ഇതിൻ്റെ ആ ശർക്കരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ട് ആപ്പിളിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊരു 15 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ഓരോ ദിവസം എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ഒരു തവിയോ എന്തെങ്കിലും ഈർക്കിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായി യോജിപ്പിച്ച് കിട്ടുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഓരോരോ ദിവസം ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ 10-15 ദിവസം ചെയ്തിരുന്നത് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി പിന്നെ ഈ ആപ്പിളിൻ്റെ ഈ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ ഈസ്റ്റ് ചേർത്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ. ആപ്പിൾ സൈഡർ വിനെഗറിൻ്റെ ഉപയോഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാലും തീരില്ല, അത്രയും വലിയ ഉപയോഗമാണ്. പ്രത്യേകിച്ച് നമ്മളെ വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്ന പോലെ തടി കുറയ്ക്കുന്നത്, തടി കുറയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പം ഞാനതിൻ്റെ അനുഭവക്കാരിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം തടി കുറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് നമുക്ക് ചെറിയ അളവിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈ ഒരു രീതിയിൽ ഇരുന്നപ്പോൾ തന്നെ ആപ്പിളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയുള്ള ആപ്പിളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതുമാത്രമല്ല ആപ്പിളിൻ്റെ സീസൺ സമയത്ത് ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപയോഗമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി ഇത് വീണ്ടും ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 5 ദിവസം ഞാൻ അനക്കാതെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 20 ദിവസം ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ആപ്പിൾ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. പക്ഷേ 20 ദിവസം കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ വെള്ളം നന്നായിട്ട് മേലിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആപ്പിളൊക്കെ താഴെ പോയിട്ടോ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടോ. അപ്പോൾ ആപ്പിൾ സൈഡർ വിനെഗർ വാങ്ങിക്കുമ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മദർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന ആ സാധനങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ആപ്പിളിൻ്റെ സത്തെല്ലാം ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പിൾ സൈഡർ വിനെഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തരത്തിലും ഇത് ചീത്തയായി പോവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. ഇത് നെല്ലിക്കയാണ്, ശർക്കരയും നെല്ലിക്കയും തേനും കൂടെ ഉണ്ടാക്കി വെച്ചതാണ്. അത് കഴിഞ്ഞു തുടങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് അലർജിക്കൊക്കെ നല്ലതാണ്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ അതിവിടെ ഇരുന്നപ്പോൾ കാണിച്ചു തന്നതേ ഉള്ളൂ. എല്ലാം ഇതുപോലെ ചെയ്ത് വെക്കാറുണ്ടെന്ന് ഉള്ളത് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇനി നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുവാണ്. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിലൊന്നും ഒരു തരി പോലും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഞാനിത് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരുന്നത് കേട്ടോ, പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പഞ്ചസാര ഇടാതെ ശർക്കര മാത്രം ഇട്ടിട്ട് നല്ല മണമാണ് കേട്ടോ. വിനാഗിരിയുടെ തന്നെ ഒരു മണമാണ്. ഞാനിത് ടൊമാറ്റോ സോസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിലാണ്. ആദ്യം ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഈ ഒരു വിനാഗിരി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ദിവസം 1 സ്പൂണ് പോലും വേണ്ട കേട്ടോ, അത്രയും ഉപയോഗമൊന്നുമില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഈ ബോട്ടിലിൽ നമ്മൾ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിറച്ച് വെച്ച് ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിത്ത് മദർ എന്ന് പറയുന്ന ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇത്രയും വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്, വിനാഗിരി. ഇനി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിളാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഏറെക്കുറെയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു പാത്രം അടിയിൽ വെച്ച് പിന്നെ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് ഇതിൻ്റെ ഈ സത്തൊക്കെ എടുക്കണം. ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്യണം കേട്ടോ. ഈ ആപ്പിളിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടുന്ന രീതിയിൽ. ഇനി ഈ ബോട്ടിൽ നമ്മളിപ്പോൾ കഴുകി കളയുന്നില്ല, അതുകൊണ്ടൊരു ഉപയോഗമുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആപ്പിൾ വാങ്ങിക്കുന്ന ഒരു ഇച്ചിരി പണി മാത്രമേ ഉള്ളൂ.
ഒത്തിരി ഇങ്ങനെ കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത്ര ഒരു ഇത് കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ ബോട്ടിലുകളിലാക്കി വെച്ച് ഇതിൻ്റെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ഈ വലിയ ബോട്ടിൽ, ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് താരനൊക്കെ വരില്ലേ, നമ്മളിങ്ങനെ താരൻ വരുമ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റെമഡിയാണ് ഇത് കേട്ടോ. ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഞാൻ പലപ്പോഴും പല വീഡിയോസിലും കാണിക്കാറുണ്ട്. കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി നല്ലോണം വളരുകയും ചെയ്യും, അതുപോലെ താരനൊക്കെ പോകും. അപ്പോൾ അതാ ഈ ബോട്ടിലൊന്ന് ചുഴറ്റിയതിന് ശേഷം ഇത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും ആപ്പിൾ സൈഡർ വിനെഗറിൻ്റെ ഒരു 1/2 സ്പൂണോളം എടുത്തിട്ട് ഇതുപോലെ തല കഴുകിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പൊറ്റ പോലെ അടർന്ന് വരില്ല ഡാൻഡ്രഫൊക്കെ, അതൊക്കെ പോകാനും ചൊറിച്ചിൽ മാറാനും വളരെ നല്ല ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് മോൾക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ്, അവൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ അതാ ബാക്കി നമ്മളിപ്പോൾ ഈ ഒരു നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ അടിഭാഗം നമ്മൾ അരിച്ചെടുത്തത്, അപ്പോൾ അതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും 2 രീതിയിലാണ് ഇരിക്കുക. ഇത് നല്ലോണം ഊറി വരുമ്പോൾ വീണ്ടും ഇതിങ്ങനെ 2 തട്ടായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മക്കൾക്കും ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ വെള്ളം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വെയിറ്റ് ലോസിന് നമ്മളിത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് നമ്മളൊരു 1/2 സ്പൂണോളം ഈ ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എടുക്കരുത്, 1 സ്പൂണൊന്നും എടുക്കരുത് കേട്ടോ. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് നല്ല അനുഭവമാണ് ഈ ഒരു രീതിയിൽ. ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കാൻ പാടില്ല കേട്ടോ. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇടനേരം വരില്ല, ആ ഒരു സമയത്താണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് അടുക്കളയിലെ ജോലി സമയമാണ്, അതുകൊണ്ടാണ് മിക്കവാറും വീഡിയോ ഒക്കെ അടുക്കളയിൽ നിന്നിട്ടുള്ളത് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ മിക്സ് ചെയ്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഉപയോഗം, ഇത് വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കരിമങ്ങൽ എങ്ങനെ അത് കുറയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു 2-3 തുള്ളി എടുത്തിട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മളെ മുഖത്ത് ഈ കരിമങ്ങലൊക്കെ ഉള്ള പാടുണ്ടല്ലോ, ആ പാടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കുക. അപ്പോൾ 2 നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കരിമങ്ങൽ മാത്രമല്ല, ശരിക്കും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറുത്ത പാടുകളില്ലേ കരിമങ്ങൽ അല്ലാതെ തന്നെ, അവരും ഇതുപോലെ ഉപയോഗിച്ച് നോക്കിയാൽ. പിന്നെ കഴുത്തിലൊക്കെ പാട് വരില്ലേ, നമ്മളിങ്ങനെ മാലയൊക്കെ ഇട്ട് ആ ഭാഗമൊക്കെ ഇങ്ങനെ, പ്രത്യേകിച്ച് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ നല്ല തടി ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ മാലയും കൂടി ഇട്ടപ്പോൾ കഴുത്തിന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു കളറായിരുന്നു. ആ സൈഡിലൊക്കെ ഇതുപോലെ കാലത്തും വൈകുന്നേരം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 2-3 തുള്ളി മാത്രമേ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോട്ടൺ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ടിഷ്യൂ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കറുത്ത കളർ വരുന്നതൊക്കെ ഇല്ലാതാവാൻ വളരെ നല്ലതാണ്. ഇതുപോലെയുള്ള ഉപയോഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ.